ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരുടെ അടുത്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ അൻസിബൻ്റെ ചാൻസ് വന്നപ്പോൾ അൻസിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടാണ്. നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ ആളെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം ആളോട് പെരുമാറണമെന്നാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അത് ജാസ്മിൻ്റെ കാര്യത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ 100% ക്ലിയറാണ്. കാരണം ജാസ്മിൻ ആരോടെ ടാസ്കിൻ്റെ ഇടയിലും എല്ലാതെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ വല്ലാത്ത രീതിയിലാണ് പ്രൊവോക്ക് ചെയ്യൽ. ആ ഇഷ്ടപ്പെടാത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമ്മൾ തന്നെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് ജിൻഡോനോടൊക്കെ പെരുമാറുന്ന ആ ഒരു രീതി. പിന്നെ ബാഡ് വേർഡ്സും വിളിച്ചിട്ടാണ് ജാസ്മിൻ പ്രതികരിക്കൽ. അൻസിബ പറഞ്ഞൊരു കാര്യം, നമ്മൾ കുറച്ചൊന്ന് ആൾക്കാരോട് റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്. എത്ര വയസ്സിന് മൂത്ത ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും കുറച്ചൊരു റെസ്പെക്റ്റ് കൊടുക്കുക നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് സംസാരിക്കുന്ന ആൾക്കാരോട്. ജാസ്മിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. കാരണം ജാസ്മിൻ അവിടെ ഒരു 23-24 വയസ്സങ്ങാനുള്ള ഒരു കുട്ടിയാണ്. ബാക്കി എല്ലാവരും ഏകദേശം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ആരോടും ജാസ്മിൻ ഒരു റെസ്പെക്റ്റും കൊടുക്കാറില്ല. ഞാനാണ് ഇവിടെ ഏറ്റവും വലിയൊരു എന്തോ ഒരു സംഭവമാണെന്നുള്ളതിലാണ് ജാസ്മിനും ഗബ്രിയും കൂടി നിൽക്കുന്നത്. അൻസിബ ഈ സ്വഭാവങ്ങളൊന്നും പറയുന്നത് ജാസ്മിന് ഇഷ്ടാവില്ല കേട്ടോ. ജാസ്മിൻ്റെ ഓരോ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് എന്നുള്ളത്. ഇനി ഇതിനുള്ള അൻസിബക്കുള്ള പണി ജാസ്മിനെ കിട്ടുമ്പോൾ ആ ഒരു ചാൻസിലിട്ട് ജാസ്മിൻ കൊടുക്കും. എന്തായാലും ഈ പറഞ്ഞതിനുള്ളൊരു റിയാക്ഷൻ എന്തായാലും ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കും.